ചാത്തമംഗലം തെരുവുമലയിലേക്കാണ്. തെരുവുമലയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. വരുന്ന വഴിയിലൊക്കെ ഇത്തരത്തിൽ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ് ഈ യാത്ര തന്നെ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് നിൽക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും സുന്ദരമായ കാഴ്ചകളാണ്. മലയുടെ ദൃശ്യങ്ങളും ഈ വെള്ളച്ചാട്ടത്തിന്റെ ആരവവും ഒക്കെ വലിയൊരു പോസിറ്റിവിറ്റി തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ണിന് കുളിർമ നൽകുന്ന ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ തെരുവുമലയിലേക്ക് പോവുകയാണ്. ഇനി തെരുവുമലയുടെ കാഴ്ചകളിലേക്ക്. അപ്പം നമ്മളങ്ങനെ തെരുവുമല കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ മലയുടെ താഴ്വാരം വരെ നമുക്ക് വാഹനം വരാം. അതിനുശേഷം അവിടെ ഒരു തട്ടുകടയൊക്കെ കാണും. അവിടെ വാഹനം ഒതുക്കിയതിന് ശേഷം മുകളിലോട്ട് ഇരുവശങ്ങളിലുമായി പുല്ലാഞ്ഞി പുല്ലുകൾ അതിരിടുന്ന കരിങ്കല്ലുകൾ നിറഞ്ഞ അല്ലെങ്കിൽ ഉരുളങ്കല്ലുകൾ നിറഞ്ഞ നല്ലൊരു വഴി കാണാൻ കഴിയും. ആ വഴിയിലൂടെ മികച്ച ഒരു ട്രെക്കിംഗ് അനുഭവം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് കൂടാതെ ജീപ്പിലൊക്കെ ഈ വഴി വരാൻ പറ്റുന്നുണ്ട്. ജീപ്പിൽ വരുമ്പോൾ ഏറ്റവും സുഖകരമായൊരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും സുഖകരമായ ഓഫ് റോഡ്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് ആസ്വാദകരമായിട്ട് തന്നെ നമുക്ക് ഈ മലയുടെ മുകളിലോട്ടുള്ള ഈ ഒരു കയറ്റം ആസ്വദിച്ച് തന്നെ കയറാൻ പറ്റുന്നതാണ്. കയറുന്തോറും വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ പല സമയങ്ങളിലും കോട വന്നു മൂടുകയും മുന്നിലോട്ടുള്ള കാഴ്ചകൾ മൊത്തത്തിൽ മറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ നാടിൻ്റെ തന്നെ പല എപ്പിസോഡിലും പലയിടങ്ങളിലും എത്തിയപ്പോൾ കോട കണ്ടിട്ടുണ്ടെങ്കിലും കോട ഒരു അത്ഭുതമായി തോന്നിയത് ഇതാ ഇപ്പോഴാണ്. കാരണം അതിനും മാത്രം നമ്മുടെ കണ്ണിനൊരു തടസ്സം ഉണ്ടാക്കുന്ന പോലെ തന്നെ കോട വന്നു മൂടുകയും പെട്ടെന്ന് മാറി നമുക്ക് വീണ്ടും വഴി കാണുകയും ചെയ്യുന്നൊക്കെ ഒരു അത്ഭുത പ്രതിഭാസം. നമ്മൾ ആലോചിച്ച് നോക്കുവാണ്, നമുക്ക് ചുറ്റിലും എന്തൊരു ഭംഗിയാണ് പ്രകൃതി നമുക്ക് ആസ്വദിക്കാനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന്. ഇത്തരം യാത്രകളിലൂടെയാണ് അത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് മാത്രം. നമ്മളൊന്ന് മനസ്സിരുത്തി നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ചുറ്റിലും തന്നെയുണ്ട്. ഒരുപാട് പൈസ മുടക്കിയൊക്കെ വലിയൊരു ടൂർ പ്ലാനൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഇടങ്ങളൊക്കെ ഒന്ന് കണ്ടു തീർക്കുക. അത് തന്നെയാണ് ഈ നാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
വരുന്നവരൊക്കെ ഇത്തരത്തിലൊരു കുടയോ അല്ലെങ്കിൽ ഒരു മഴക്കോട്ടോ ഒക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം മുകളിലേക്ക് എത്തും തോറും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, പ്രഡിക്റ്റബിൾ അല്ല കാലാവസ്ഥ. പെട്ടെന്ന് ചാറ്റൽ മഴ ഉണ്ടാകുന്നു, ഞാൻ പറഞ്ഞതുപോലെ കോട വന്ന് മൂടുന്നു. അത്തരത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് പ്രകൃതിയുടെ ഒരു വിളയാട്ടം ഇവിടെ. അതുകൊണ്ട് ഇത്തരത്തിലൊരു കുടയോ അല്ലെങ്കിൽ കോട്ടോ ഒക്കെ കരുതുന്നത് നല്ലതായിരിക്കും. കുടയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ, കാരണം 20 മിനിറ്റോളം ഒക്കെ നമുക്ക് ഈ കയറ്റം ഇങ്ങനെ കയറി വേണം ഇതിന് മുകളിലെത്താൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുത്തി നടക്കുകയൊക്കെ ചെയ്യാം. അത്തരത്തിൽ കുറേ ഉപകാരങ്ങൾ കുടയൊക്കെ ആണെങ്കിലും ഉണ്ടാവും. പിന്നെ പയ്യന്നൂരിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ അതേത് വഴിയാണ് വരേണ്ടതെന്ന് ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും. ഇപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ആർക്കും ഇല്ലെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ ചെറുപുഴ തിരുമേനി റോഡിലാണ് ഏകദേശം 35-40 കിലോമീറ്റർ ദൂരത്താണ് തെരുവുമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വീക്കെൻഡ് സമയങ്ങളിലൊക്കെ കുടുംബത്തോടൊപ്പം വന്ന് ചെലവഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട കുറേയേറെ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ചാത്തമംഗലം തിരുവമലയുടെ മുകളിലേക്ക് എത്താറായിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം കയറി എത്തിയിട്ടുണ്ട്. എനിക്ക് പിന്നിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും മലനിരകൾക്ക് മുകളിലൊക്കെ കോട വന്നിറങ്ങുന്ന ഒരു ഭംഗിയുള്ള കാഴ്ച. അത്തരത്തിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇപ്പോൾ വരുമ്പോൾ മുതൽ തന്നെ നമ്മൾ കണ്ടല്ലോ, പലയിടങ്ങളിലായി ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ട്രെക്കിംഗ് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ കോടയുടെയും ഒക്കെ ഒരു സൗന്ദര്യം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ശരിക്കും നല്ലൊരു വ്യൂ പോയിൻ്റാണ്. മനോഹരമായ കാഴ്ചകളാണ് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും. അത്തരത്തിലൊക്കെ തിരുവമല അല്ലെങ്കിൽ ഈ ചാത്തമംഗലം തിരുവമല നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഓരോ നിമിഷവും. നമ്മളിപ്പോൾ ഈ മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും നേരം ഈ ദുഷ്കരമായ കാനന പാതകളൊക്കെ താണ്ടി എത്തിയതിൻ്റെ ഒരു സായുജ്യം ഇവിടെ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെയൊക്കെ കണ്ടതുപോലെ തന്നെ ചിലപ്പോൾ അതിലും മനോഹരമായ കാഴ്ചകൾ 4 ഭാഗത്തും കാണാൻ കഴിയുന്നു. കൂർഗിനോട് ഒക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ കർണാടക വരെയുള്ള ഇടങ്ങളൊക്കെ നമുക്കിതിന് മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. വളരെ ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമുള്ള മനോഹരമായ കാഴ്ചകളാണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇനി മുകളിലോട്ട് പോകുന്തോറും ഈ പുല്ലുകൾ മാത്രമേ ഉള്ളൂ, മറ്റു മരങ്ങളൊന്നും വളർന്നു നിൽക്കുന്നില്ല. കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ പുല്ല് വളർന്നു കിടക്കുന്ന ഇടയിലൂടെ ഒരു ഒറ്റയടി പാത. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു യാത്രയുടെ ഒരു പോക്ക്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ എന്തൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്നുള്ളത്. കാറ്റടിച്ചു വരുന്നുണ്ട്. നല്ല സുന്ദരമായ
ശുദ്ധമായ കാറ്റ്, അതുപോലെ ഒരു പൊല്യൂഷനും ഇല്ലാത്ത നല്ല വായു ശ്വസിക്കാമെന്നുള്ള ഒരു ആശ്വാസവും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, അങ്ങ് അവിടെ കണ്ടോ, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അവിടത്തേക്ക് ഒരു ഒറ്റയടി പാതയൊക്കെ കൃത്യമായി ക്യാമറയിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല. എങ്കിൽ പോലും ഇനി അവിടെയാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. വാ. ഇപ്പൊ നമ്മള് ചാത്തമംഗലം ഈ തെരുവുമലയുടെ ഏറ്റവും ഹൈറ്റിൽ ഇത്രയും നേരം നമ്മൾ കാനനപാതയൊക്കെ തേടി ഇപ്പൊ നമ്മള് ചാത്തമംഗലം തെരുവുമലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും ദൂരം കഠിനമായ വഴികളിലൂടെ നടന്നു ഏറ്റവും കൃത്യമായ ഉത്തരം നമുക്ക് ഇവിടെ കിട്ടും. സ്വർഗമാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് താഴെയും നമുക്ക് ആകാശം കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ കോട വന്ന് നിറഞ്ഞിട്ട് അതൊരു മേഘമാണോ താഴെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ നൽകുന്നുണ്ട്. ഏകദേശം കടൽ നിരപ്പിൽ നിന്ന് 2500 മീറ്റർ ദൂരത്താണ്, അല്ലെങ്കിൽ മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തെരുവുമലയുടെ ഒരു ഉയരം എന്ന് പറയുന്നത് കടൽ നിരപ്പിൽ നിന്നും 2500 മീറ്റർ ഉയരത്തിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ വരച്ചിട്ടതുപോലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് പലപ്പോഴും കോട വന്ന് മറക്കുന്നു. അതിനുശേഷം മറ്റൊരു കാറ്റിൽ കോട മാറുമ്പോൾ ആ ദൃശ്യം ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു